Praise God. Hallelujah. 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 എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ പകൽ ദൈവസന്നിധിയിലായിരിക്കുവാൻ? കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. വീണ്ടും ഒരു മാസത്തിന് ശേഷം നിങ്ങളെ എല്ലാവരെയും കാണുവാനും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനും ദൈവസഭയെ ശുശ്രൂഷിക്കുവാനും കർത്താവ് ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. നാട്ടിൽ നമ്മുടെ ചർച്ചിൻ്റെ ഡെഡിക്കേഷനെല്ലാം പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ ചർച്ചിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ വേറെ 1-2 മീറ്റിങ്ങിലും കർത്താവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം ദൈവം നൽകി തന്നു. എല്ലാ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം തരുന്ന വിഷൻ്റെ അകത്ത് ഭയങ്കര ശക്തിയുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന വിഷൻ്റെ അകത്ത് ഭയങ്കര ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മെർക്ക് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് ആദ്യം ഒരു പേര് വിശ്വാസത്താൽ ഇട്ടത്, അത് കർത്താവ് അതുപോലെ ചെയ്തു. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ അകത്ത്, വിശ്വാസത്താൽ ചെയ്യുന്നതിൻ്റെ അകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. ആമേൻ. ഞാൻ ഇവിടെ നിന്നിപ്പോൾ വിചാരിക്കുകയാണ്, ഇതിനെക്കാട്ടിലും മനോഹരമായ ഒരു ഹോളാണ് നാട്ടിൽ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. ദൈവം എവിടെ നമ്മൾ വിഷൻ്റെ അകത്ത് ചലിക്കുന്നു, ദൈവം അവിടെ പ്രൊവൈഡ് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ ഭയങ്കരമാണ്. അത് കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് ഇവിടെയാക്കി. ദൈവം നമ്മളെ വളർത്തുന്ന ദൈവമാണ്. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടുത്തെ മീറ്റിങ്ങുകളിൽ ദൈവസാന്നിധ്യം വളരെ ശക്തമായിരുന്നെന്ന് അറിയുവാനും ഞാൻ ചില മീറ്റിങ്ങുകൾ കാണുവാനും ഇടയായി. ഈ പകലിൽ നമുക്കൊരു പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം, കർത്താവിനെ കൂടുതൽ അറിയുവാൻ. പൗലോസിൻ്റെ ആഗ്രഹം, എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയണം, ദാറ്റ് ഐ മേ നോ ഹിം. പൗലോസിൻ്റെ വെളിപ്പാടുകളെക്കാൾ ഉപരി, പൗലോസിൻ്റെ ശുശ്രൂഷയേക്കാൾ ഉപരി, താൻ സ്ഥാപിച്ച സഭകളെക്കാൾ ഉപരി, തനിക്ക് ദൈവം തന്ന ആത്മീയ മക്കളെക്കാൾ ഉപരി എല്ലാം തൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അപ്പസ്തോലിക ശുശ്രൂഷ, കൃപാവരങ്ങൾ, ഇതിനേക്കാളെല്ലാം ഉപരിയായി പൗലോസ് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്, എനിക്ക് വീണ്ടും അവനെ അറിയണം. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമുക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു പരാജയം എന്ന് പറയുന്നത്, നമുക്ക് ഒരു മിനിസ്ട്രി ആയാലോ ഒരു സഭയായാലോ ഏതെങ്കിലും ലെവലിൽ ഒരു ബ്ലെസ്സിങ് ആയിക്കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഇത്രയും കിട്ടി, അത് മതി എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ തുടരുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കംഫർട്ട് സോണുകളാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഏറ്റവും വലിയ ശത്രു. ഹല്ലേലൂയ. എവിടെ നമ്മുടെ ഈ കംഫർട്ട് സോണുകൾ പൊളിയുന്നില്ലയോ, നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, പുതിയത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ പൗലോസ് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചത്, എനിക്ക് അവനെ അറിയണം. ഹല്ലേലൂയ. എനിക്ക് അവനെ അറിയണം. വീണ്ടും ദൈവത്തെ അറിയുന്ന ഒരു കൂട്ടത്തെ, വീണ്ടും ദൈവത്തെ അറിയുവാൻ ആഗ്രഹത്തോടെ, വളരെ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഇരിക്കുന്ന ജനത്തെ, ദൈവമക്കളെ ദൈവത്തിന് വേണം. ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരെയാണ്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ കർത്താവിൻ്റെ കണ്ണുകൾ എല്ലാറ്റേക്കാൾ ഉപരി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളെക്കാൾ ഉപരി, ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ഹല്ലേലൂയ. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയാണ്. ഹല്ലേലൂയ. അത് സകല സത്യത്തിൻ്റെയും തൂണും അടിസ്ഥാനവുമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്. ദൈവസഭ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ തൂണും അതിൻ്റെ അടിസ്ഥാനമാണ്. ആ സഭയിൽ എങ്ങനെ നീ നടക്കണമെന്ന്, നീ അറിയണമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്. ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ, ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭ. ഞാനിത് പറയുമ്പോൾ ഇത് മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിനെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആഗോള വ്യാപകമായ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴുമുണ്ട്. ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. ചർച്ച് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് അല്ല, വിശ്വാസികൾ ഹല്ലേലൂയ ഒരുമിച്ച് ദൈവമക്കൾ കൂടി വരുന്നതാണ് സഭ എന്ന് പറയുന്നത്. ആ സഭ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ അകത്ത് പകരപ്പെടുന്ന ദൈവത്തിൻ്റെ നന്മകളുണ്ട്, പകരപ്പെടുന്ന ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, പകരപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപകളുണ്ട്. അത് ഒരുമിച്ച് ഈ പകൽ സഭയായി അനുഭവിക്കുവാൻ നമുക്ക് ഭാഗ്യം തന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നമാണ്. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി പോകുവാനല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്ന സഭ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറയുകയായിരുന്നു, നിങ്ങൾ ബൈബിൾ കോളേജിൽ പോയാൽ പാസ്റ്റർ ആകത്തില്ല,
നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോയാൽ മിനിസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ദൈവവേല ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയം എന്തെന്ന് അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ പകൽ വീണ്ടും കർത്താവിനെ അറിയുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്നതിനായി നമുക്ക് കർത്താവിനെ വാഴ്ത്താം. നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് പോകാം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യം. ദാനിയേൽ പ്രവചനം 11:32. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ദാനിയേൽ എന്ന് പറയുന്ന ആ ഒരു യുവാവ് താൻ ബാബേൽ പ്രവാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ വിശ്വാസത്തെ ത്യജിച്ച് കളയുവാൻ സകല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ ദൈവത്തിനു വേണ്ടി നിന്നു. ഹല്ലേലൂയ. രാജാവിൻ്റെ പ്രതിമയ്ക്ക് മുൻപിൽ താൻ വണങ്ങിയില്ല. രാജഭോജനം കഴിച്ചും വീഞ്ഞ് കുടിച്ചും തന്നെ അശുദ്ധമാക്കിയില്ല. അവൻ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി നിന്ന മനുഷ്യനാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് സിംഹത്തിൻ്റെ കൂട്ടിലിട്ടപ്പോഴും അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രൊട്ടക്ഷനും അനുഭവിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന യുവാക്കന്മാരെ എറിഞ്ഞു കളഞ്ഞപ്പോഴും അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവപ്രവർത്തികളുടെ ഒരു പരമ്പരയ്ക്കകത്തു നിൽക്കുന്ന ഒരു അഭിഷിക്തനാണ് പറയുന്നത്, എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. But the people that do know their God shall be strong and do exploits. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ ദൈവത്തിനു വേണ്ടി എക്സ്പ്ലോയിറ്റ്സ് ചെയ്യും. ഈ വചനത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, ആദ്യം ദൈവത്തെ അറിയുക. പറഞ്ഞാട്ട് ദൈവത്തെ അറിയുക. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് that do know their God shall be strong. ദൈവത്തെ അറിയുന്നവർ എന്ത് ചെയ്യും? ശക്തരാകും. ഹല്ലേലൂയ. ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുന്നവർ എന്ത് ചെയ്യും? ശക്തരാകും. അവർ സ്ട്രോങ് ആയിട്ട് മാറും. ആ ദൈവത്തെ അറിഞ്ഞ് ശക്തരായി മാറുന്ന ജനം മൂന്നാമത് സംഭവിക്കുന്നത് അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. and they shall do exploits. അവർ ദൈവത്തിനു വേണ്ടി, എക്സ്പ്ലോയിറ്റ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, സാഹസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അൺയൂഷ്വൽ ഓർ ഹീറോയിക് ആക്ട്. നമുക്കറിയാവുന്ന എക്സ്പ്ലോയിറ്റ്സ് എന്ന് പറയുന്നത് ചൂഷണം മാത്രമാണ്. ഹല്ലേലൂയ. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം. ശരിക്കും ദൈവജനത്തെ, ദൈവമക്കളെ പിശാച് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് പിശാച് ദൈവജനത്തെ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ദൈവത്തെ അറിയുന്ന ജനത്തെ പിശാചിന് ചൂഷണം ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുന്ന ജനം ശക്തി പ്രാപിക്കും. ദൈവത്തെ അറിഞ്ഞ് ശക്തി പ്രാപിക്കുന്ന ജനം ദൈവത്തിനു വേണ്ടി വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. ഇതിനെ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് പോകുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ദൈവത്തെ അറിയാതെ, ദൈവത്തെ അറിഞ്ഞ് ശക്തി പ്രാപിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ പകൽ ദൈവത്തെ അറിയുന്ന ജനമുണ്ടോ എന്ന് ഈ പകൽ ദൈവം അന്വേഷിക്കുകയാണ്. ബുക്കിൽ വായിച്ച അറിവല്ല. ദാനിയേലേ, നിനക്ക് ബുക്കിൽ വായിച്ച അറിവല്ല, പഴയ നിയമത്തിൽ എവിടെയോ വായിച്ച ന്യായപ്രമാണ പുസ്തകത്തിൽ വായിച്ച അറിവല്ല. ദാനിയേൽ പറയും, അവൻ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലായി ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അനുഭവിച്ചവനാണ് ഞാൻ. ഹല്ലേലൂയ. രാജഭോജനം കഴിച്ചും വീഞ്ഞു കുടിച്ചും എന്നെ തന്നെ അശുദ്ധമാക്കാതെ ഞാൻ അതിനുവേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോൾ രാജഭോജനം കഴിക്കാതെ തന്നെ രാജഭോജനം കഴിച്ചവരെ കാട്ടിലും പുഷ്ടിയും ബലവും സൗന്ദര്യവും എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ അറിവും പ്രാഗൽഭ്യമുള്ള തൻ്റെ ദൈവത്തെക്കുറിച്ച് അറിവുള്ള മനുഷ്യൻ പറയുകയാണ്, ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നമ്മൾ ബലഹീനരായി പോകുന്നത് നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്.
നമുക്ക് അവിശ്വാസം വരുന്നത് നമ്മുടെ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യത്തിലുള്ള അറിവല്ല, ഏതെങ്കിലും കാര്യത്തിലുള്ള വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവാണ്. ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ കുറിച്ചുമല്ല, ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് വിശ്വാസം. ഉദാഹരണം പറഞ്ഞാൽ, യേശു സൗഖ്യമാക്കുമോ? സൗഖ്യമാക്കും. വിശ്വാസികളല്ലാത്ത പലരും വിശ്വസിക്കുന്നുണ്ട് യേശുവിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന്. അവർ യേശുവിൻ്റെ നാമത്തെ വിളിക്കുന്നുണ്ട്, അവർ വന്ന് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചു പോയിട്ട് വേറെ നാമങ്ങളെയും വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവർക്കൊരു ചില കാര്യങ്ങൾ ഒരു വിശ്വാസമുണ്ട്. അവിടെ പ്രാർത്ഥനയ്ക്ക് പോയാൽ വിടുതൽ നടക്കുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പോയി വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ വേറെ വഴിക്കും നാളെ പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ ബുദ്ധിമുട്ടുകൾക്കും മറുപടി തരുന്ന ഏതേലും ഒരു ദൈവമല്ല, നൂറുകണക്കിന് ദൈവങ്ങളിൽ ഒരു ദൈവമല്ല. ആ വിശ്വാസമല്ല. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ എൻ്റെ ലോർഡാണ്, അവൻ എൻ്റെ സേവിയറാണ്, അവൻ എൻ്റെ നാഥനാണ്, അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ഉടയവനാണ്. ആ ഒരു വിശ്വാസം, ആ ഒരു ബോധ്യം, ആ ഒരു അറിവ്, അതാണ് യഥാർത്ഥ വിശ്വാസം. ആ അറിവിൻ്റെ മേൽ നിൽക്കുന്ന, ആ ബോധ്യത്തിൻ്റെ മേൽ നിൽക്കുന്ന വിശ്വാസികളാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കണ്ട് നമ്മൾ മാറിപ്പോകാതെ, നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കണ്ട് നമ്മൾ മാറിപ്പോകാതെ, പതറിപ്പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ചൊരു പൂർണ്ണമായ അറിവിലേക്ക് വരണം. ഏലിയാവിനോട് ചോദിച്ച ഏലിയാവ് പറയും, കഴിഞ്ഞ വർഷങ്ങളിൽ ആർക്കെങ്കിലും വേണ്ടി തീ ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ അവർ നിന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കെൻ്റെ ദൈവത്തെ അറിയാം. ഹല്ലേലൂയ. ആ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ, ആ ഉറപ്പിൻ്റെ മേലാണ് ഏലിയാവ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നത്. ഇന്നലെ ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ആർക്കെങ്കിലും വേണ്ടി ആ വഴി തുറന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഏതെങ്കിലും സഭയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ടി ചെയ്യുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എനിക്ക് വേണ്ടി ഇന്നത് തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യിരെമ്യാവ് 9:23 ഇടാമോ? യിരെമ്യാവ് 9:23. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. എന്നെ അറിയുന്നതായിരിക്കണം നിങ്ങളുടെ പ്രശംസ. നിങ്ങളുടെ ധനവും നിങ്ങളുടെ മാനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പഠിത്തവും ഒന്നുമല്ല. എന്നെ അറിയുന്നതിൽ നിങ്ങൾ പ്രശംസിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ചർച്ചിലേക്ക് വന്നിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഈ കയ്യടിയും ഈ ഉപവാസവും എല്ലാം കഴിഞ്ഞിട്ടും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കില്ലെങ്കിൽ, സ്വന്തം മാതാവിനോടും പിതാവിനോടും പോലും ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, സ്നാനപ്പെട്ട ആളാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ, നിങ്ങളെ പഴയ കൃപാനുക്രമവുമായി നടക്കുന്നത് തന്നെയാണ് നല്ലത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവർ എൻ്റെ ദൈവം ആരാണെന്ന് ഉറച്ച വിശ്വാസത്തിൽ നിൽക്കണം. അവനെ ഏറ്റു പറയുന്നതിൽ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ ഉറച്ചു പറയണം, ഞാൻ യേശുവിൻ്റെ പൈതലാണ്. ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നവർ എന്ത് ചെയ്യും? വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ, യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം അറിയുക, അവൻ്റെ സാന്നിധ്യം അറിയുക, ആ സ്നേഹത്തെ അറിയുക, ആ കരുതലുകളെ അറിയുക, അവൻ്റെ നിയമങ്ങളെ അറിയുക, അവൻ്റെ നടത്തിപ്പുകളെ അറിയുക, അവൻ്റെ സ്വഭാവത്തെ അറിയുക. അങ്ങനെ കർത്താവിനെ അറിയുന്തോറും എന്ത് ചെയ്യും? നമ്മൾ ശക്തരായിക്കൊണ്ടിരിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉയരുവാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാൻ താല്പര്യമുണ്ടോ? ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ താല്പര്യമുണ്ടോ? അങ്ങനെയുള്ളവർ ദൈവത്തെ അറിയുവാൻ ശ്രമിക്കണം. പ്രൈസ് ഗോഡ്. എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്?
ഈ തിരുവചനത്തിൽ കൂടെ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ആ സാന്നിധ്യത്തിൽ ഇരിക്കും തോറും, ആത്മാവിൻ്റെ നടത്തിപ്പുകൾക്കനുസരിച്ച് നമ്മൾ ചലിക്കും തോറും നമ്മൾ ആ ദൈവത്തെ അറിയും. ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആ ദൈവത്തിൻ്റെ പ്ലാനുകളിൽ നമ്മൾ ചലിക്കുമ്പോൾ നമ്മൾ അവനെ അറിയും. ആ സഭയാകുന്ന കൂട്ടായ്മയ്ക്കകത്ത് വന്ന് ആ സഭയുമായുള്ള ബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അവനെ അറിയും. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഈ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ അവനെ അറിയും. കാരാഗ്രഹത്തിൻ്റെ അകത്തും ഹല്ലേലൂയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലും ആരാധിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ശക്തിയെ അറിയും. ഹല്ലേലൂയ. നമ്മൾ മടുത്തുപോയി എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ദൈവം അവൻ അയക്കുന്ന സപ്ലൈ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അവനെ അറിയും. ഹല്ലേലൂയ. മടുത്തിരിക്കുന്ന അവസ്ഥകളിലും വീണു പോകാതെ കർത്താവേ നീ എന്നെ നടത്തുവാൻ ശക്തനാണെന്നുള്ള വിശ്വാസത്താൽ കാത്തിരിക്കുമ്പോൾ നമ്മൾ അവനെ അറിയും. ആമേൻ. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മുഴുവനും മറുപടി വന്നിട്ടില്ല, ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ ചലിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ നമ്മൾ അറിയും. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, വിടുവിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് അവരുടെ ദൈവത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്, അവരുടെ ദൈവത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം അത് ജയമായി തീർന്നത് യേശുവിന് പിതാവിനെ നല്ലവണ്ണം അറിയാമായിരുന്നു. ഹല്ലേലൂയ. 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 എനിക്ക് തോന്നുന്നു ഏതോ ബൈബിൾ സ്കൂളിൻ്റെ ഗ്രാജുവേഷൻ ആണെന്ന് തോന്നുന്നു. ഒരു ദേവദാസൻ, ഒരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ മരണക്കിടക്കയ്ക്ക് അരികിൽ നിന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ മരണക്കിടക്കയ്ക്ക് അരികെ, മരണത്തിന് തൊട്ടു മുമ്പ് ഞാൻ അവരുടെ അരികെ നിന്നിട്ടുണ്ട്. അതിലൊരാൾ പോലും എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകൾ കാണണമെന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും പറഞ്ഞത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ കാണണം, അല്ലെങ്കിൽ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞത് പ്രത്യാശയോടെ യേശുവിനെ കാണണമെന്നാണ്. ഈ ലോകത്തിൽ നമ്മൾ നേടിയതും ഈ ലോകത്തിൽ നമ്മൾ പ്രാപിച്ചതും ഒരു ദിവസം നമ്മൾ ഇട്ടിട്ട് പോകും. എന്നാൽ നമ്മുടെ ദൈവത്തെ നമ്മൾ അറിയും തോറും നമ്മൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് മാതാപിതാക്കന്മാർ കരയുകയാണ്. മാതാപിതാക്കന്മാർ ഉപദേശിക്കുമ്പോൾ മക്കൾ മാതാപിതാക്കന്മാരെ ചീത്ത വിളിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നടുവിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ പകൽ ദൈവത്തെ അറിയുവാൻ അവൻ്റെ വഴികളെ അറിയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രശംസിക്കുന്നവൻ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്ന്, ദൈവത്തെ അറിയുക. രണ്ട്, ദൈവത്തെ അറിയുന്നവർ ശക്തരാകും. മൂന്ന്, ദൈവത്തെ അറിയുന്നവർ വീര്യം പ്രവർത്തിക്കും. നമ്മുടെ വിശ്വാസം നമ്മളെ ചലിപ്പിക്കണം. നമ്മുടെ വിശ്വാസം നമ്മളെ ചലിപ്പിക്കണം. നമ്മുടെ വിശ്വാസം നമ്മുടെ ആരാധനയിൽ നമ്മുടെ അധരങ്ങളെ ചലിപ്പിക്കണം. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്, ഉറച്ച വിശ്വാസമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ആരാധനയിൽ നിങ്ങളെ ചലിപ്പിച്ചത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ അധരത്തെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ ചലിപ്പിക്കുകയില്ല. നിങ്ങളുടെ വിശ്വാസം ഉറക്കെ പറയുവാനൊക്കെ വേണം നിങ്ങളുടെ അധരങ്ങളെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മലകളെ ഒരിക്കലും ചലിപ്പിക്കുകയില്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ ഉറക്കെ പറയണം, ഞാൻ എൻ്റെ ദൈവത്തെ അറിയും, ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞ് ശക്തരാകും. ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞ് ശക്തരാകുമ്പോൾ ഞാൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരു പട്ടാളക്കാരൻ്റെ, ഒരു സോൾജിയറിൻ്റെ മെൻറ്റാലിറ്റി വേണം. ആ ഒരു ഉറപ്പിലേക്ക് നമ്മൾ വളർന്നു വരണം. നമുക്കറിയാം, ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ കണ്ട് ഓടിപ്പോകത്തില്ല. നമ്മളാണ് അന്യഭാഷയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ആരാധന, കത്തിച്ചുള്ള ആരാധനയായിരുന്നു. പക്ഷേ ഇവിടെ നിന്നിറങ്ങി എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡിമ്മെന്ന് പറഞ്ഞ് നമ്മുടെ മുഖം ഓഫായി പോകും.
പക്ഷേ ദൈവത്തെ അറിയുന്നവർ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ മുഖം വാടാതെ ആ ദൈവത്തിലുള്ള ഉറപ്പിൽ നമ്മൾ മുന്നേറാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം വയനാടിൻ്റെ പ്രദേശത്ത് സംഭവിച്ച കാര്യങ്ങൾ. അവിടെ ഈ വയനാട്ടിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു പട്ടാളക്കാരൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ് മാസ്ക് വെച്ച് മറച്ചിരുന്നത് കൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ പേര് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്നാണ്. തീവ്രവാദികളുമായിട്ടുള്ള ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ മൂക്കും താടിയലുമെല്ലാം ബുള്ളറ്റ് കൊണ്ട് പൊട്ടി 23-ലധികം സർജറി അദ്ദേഹത്തിൻ്റെ ഫേസിൽ ചെയ്തു. ഇദ്ദേഹം ഈ സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഈ ഡോക്ടർമാർ പോലും ഇദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഞെട്ടിപ്പോയി. ഇദ്ദേഹം ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ മാസ്കും വെച്ച് വീണ്ടും സർവീസിൽ കയറി. നമ്മുടെ പഴയ പട്ടാള മേധാവി വിപിൻ റാവത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യസ് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അതിൻ്റെ സീക്രട്ട് എന്താണ്? ശരിക്കും ഇദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളെ മൊത്തം ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിലേക്ക് തിരിച്ചുവിട്ടു. ഇദ്ദേഹം പറഞ്ഞത്, ഇതെല്ലാ പട്ടാളക്കാരനും ലഭിക്കുന്ന പരിശീലനത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വലിയ ധൈര്യശാലിയൊന്നുമല്ല. ധൈര്യശാലി എന്ന് നിങ്ങൾ പറയുമെങ്കിലും ഇതെല്ലാ പട്ടാളക്കാരനും ലഭിക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. അടുത്ത ചോദ്യം, നിങ്ങൾ ഈ വയനാട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഓവർകം ചെയ്യാൻ പറ്റുന്ന പ്രതിസന്ധികൾ മാത്രമേ ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ചോദ്യം, ഇവിടെ ഈ എല്ലാം വീടും എല്ലാം തകർന്നടിഞ്ഞ് ഇത്ര ഡെഡ് ബോഡി പാർട്സ് എല്ലാം കണ്ടപ്പം ഇമോഷണലായി നിങ്ങൾ തകർന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇമോഷൻസ് ഉണ്ട്, പക്ഷേ ഇമോഷൻസിനെ ഓവർകം ചെയ്യാനുള്ള ട്രെയിനിങ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ആർമി ചെയ്യുന്ന സാധാരണ ജോലികൾ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. എന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ, താങ്കൾ ഇന്ത്യൻ ആർമിയിലേക്ക് എന്തുകൊണ്ട് വന്നു? അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു ജോലിയല്ല, ഇതൊരു പാഷനാണ്. ആ മനുഷ്യൻ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തു. ഞാൻ അപ്പോൾ ചിന്തിച്ചു, നമ്മൾ ദൈവരാജ്യത്തിൽ ഒരു പട്ടാളക്കാരനെ നിൽക്കുകയാണെങ്കിൽ നമുക്കെതിരെ വരുന്ന എല്ലാത്തിനെയും നമ്മൾ പുകഴ്ചയുടെ വാക്കുകളെ നമ്മുടെ സ്വന്തമായിട്ടെടുക്കാതെ, അത് ഞാനല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ്. ഇതെൻ്റെ കഴിവ് കൊണ്ട് സംഭവിക്കുന്നതല്ല, ഇതെൻ്റെ പ്രയത്നം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഇത് അവൻ്റെ കൃപയൊന്ന് മാത്രമാണ്. അതാ നമ്മൾ ആദ്യം പാടിയത്, ഇത് കൃപയാലാണ്, ഇത് ദയയാലാണ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യൻ തൻ്റെ നേരെ വരുന്ന പ്രശംസയുടെ വാക്കുകളെ തന്നിലേക്ക് എടുക്കാതെ പറയും, ഇത് കൃപയാൽ സംഭവിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ് ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭടൻ തൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യങ്ങളിലും ഇമോഷണലി തകരാതെ അവൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിന്ന് അവൻ ദൈവത്തെ മുറുകെ പിടിച്ച് അവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഇത് ഞാനൊരു മനുഷ്യനല്ല, നിങ്ങൾ കാണുന്നത് ഈ ഒരു മനുഷ്യനെയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിരന്നു നിൽക്കുന്ന ഒരുപാട് സൈന്യമുണ്ട്, ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഒരുപാട് പേര് സാക്രിഫൈഷ്യലി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഈ വേല സംഭവിക്കുന്നത്. യൂട്യൂബിൽ കാണുന്നവർ ഫ്രണ്ടിൽ നിൽക്കുന്ന 3-4 പേരെ കാണത്തുള്ളൂ, പക്ഷേ അതിൻ്റെ പിൻപിൽ നിൽക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അത് ദൈവത്താൽ സംഭവിക്കുന്നതാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നവനാണ് ദൈവത്തിൻ്റെ പട്ടാളക്കാരൻ. ഈ പകൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറട്ടെ.
ഈ പകൽ നമ്മുടെ ചിന്തകൾ മാറട്ടെ. ഏതെങ്കിലും ഒരു പനി വരുമ്പോൾ, ഏതെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ, ആരെങ്കിലും ഒന്ന് നെഗറ്റീവ് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രതികൂലം വന്നാൽ നിങ്ങൾ അതിൻ്റെ മുൻപിൽ ആടിയുലയുന്നവരായി മാറരുത്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പട്ടാളക്കാരായി, ദൈവത്തിൻ്റെ ഭടന്മാരായി, ദൈവത്തിൻ്റെ അംബാസഡേഴ്സായി ഈ പകൽ നിങ്ങൾ എഴുന്നേറ്റ് വരിക. ഇത് ഒരു അറിവിലൂടെ സംഭവിക്കുന്നതാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഹല്ലേലൂയ. നമുക്ക് വേഗം വചനത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വാക്യം. യോഹന്നാൻ 11:41. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നുവെങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. മതി. ഇവിടെ യേശുവിന് ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധ്യങ്ങൾ, വളരെ അറിവുണ്ടായിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ അത് വിജയമായത് ആ അറിവുകളായിരുന്നു, ആ ബോധ്യങ്ങളായിരുന്നു, ആ വിശ്വാസങ്ങളായിരുന്നു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, യേശു അറിഞ്ഞ ഒരു കാര്യം, പിതാവ് എല്ലായ്പ്പോഴും തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് യേശുവിന് അറിവുണ്ടായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ അപേക്ഷ എപ്പോഴും താൻ കേൾക്കുന്നുവെന്ന് യേശുവിന് അറിവുണ്ടായിരുന്നു. അടുത്തത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. യേശു തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരുമായി പറഞ്ഞ കാര്യങ്ങളാണ് ഈ 13, 14 ആ അധ്യായങ്ങളിലെല്ലാം കിടക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, അനീഷ് പാസ്റ്റർ ഒരു ദിവസം ഈ അധ്യായങ്ങൾ ആവർത്തിച്ച് എല്ലാ ദിവസവും വായിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ അധ്യായങ്ങളിലൂടെ പോയപ്പോഴാണ് ഈ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതിൻ്റെ 13-ാം അധ്യായം, യോഹന്നാൻ 13:1 വായിക്കാമോ? യോഹന്നാൻ 13:1. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. മതി. യേശുവിന് താൻ പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക ഏതെന്ന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 3-ാം വാക്യം വായിക്കാൻ മനസ്സിലാ? 3-ാം വാക്യം. പിതാവ് തൻ്റെ കയ്യിൽ സകലതും തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ. മതി. താൻ പിതാവ് സകലതും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിരിക്കെ. പിതാവ് തനിക്ക് തന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആർക്കൊരു അറിവുണ്ടായിരുന്നു? യേശുവിന് അറിവുണ്ടായിരുന്നു. യേശു എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നല്ലവണ്ണം അറിഞ്ഞിരുന്നു. ഈ പകൽ നിങ്ങൾ കൊണ്ടുവന്ന പല ബാഗേജുകൾ ഇവിടെ ഇട്ടിട്ട് പോകാൻ ഇത് മാത്രം മതി. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും പിതാവ് കേൾക്കുന്നുവെന്ന് നിങ്ങൾ അറിയുക. ഹല്ലേലൂയ. 2, നിങ്ങൾ എവിടേക്ക് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുക. അടുത്തത്, പിതാവ് തൻ്റെ കയ്യിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് അറിയുക. സഭ ദൈവമേൽപ്പിച്ച അധികാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് നിങ്ങളെ പേടിപ്പിക്കുവാൻ കഴിയത്തില്ല. യെസ്, ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത്. ദൈവജനത്തെ പിശാച് ചൂഷണം ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ പകൽ സഭയുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ അറിയുന്നെങ്കിൽ, നിങ്ങളുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ അറിയുന്നെങ്കിൽ, നിങ്ങൾക്കെതിരായി എന്തെങ്കിലും വന്നാൽ നിങ്ങൾ പേടിച്ചോടുകയല്ല, ഒരു സിംഹത്തെ പോലെ നിങ്ങൾ എഴുന്നേറ്റ് ഗർജിച്ചിട്ട് പറയണം, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരെ വരുന്ന എല്ലാ ആയുധങ്ങളെയും ഞാൻ ഉടച്ചു കളയുകയാണ്. ഹോരബാരഘടക സന്ധരാജന പ്രവനഘടകധന അർത്ഥന വൈശപ്രവാനിയ. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ആത്മീയ അധികാരങ്ങളുണ്ട്. നിങ്ങളുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന അഭിഷേകമുണ്ട്. നിങ്ങളുടെ അധരത്തിൽ ദൈവം വച്ചിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരമുണ്ട്. നിങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന രക്തത്തിൻ്റെ അധികാരമുണ്ട്.
പ്രൈസ് ഗോഡ്. എന്തെങ്കിലും വരുമ്പോൾ പേടിച്ച് പ്രവാചകന്മാരെ തപ്പിപ്പോകാതെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് നിങ്ങൾ കയറിയിട്ട് പറയും, എന്നെ ഏൽപ്പിച്ചത് എന്തെന്ന് എനിക്കറിയാം, അതിൽ നിന്ന് ഞാൻ പോരാടുകയാണ്. നമ്മൾ ജയിച്ച ഒരു യുദ്ധത്തിൻ്റെ അകത്താണ്. നമ്മൾ ജയിക്കാൻ വേണ്ടി പോരാടുന്നവരല്ല, നമ്മൾ ആ ജയത്തിൽ നിന്നും പോരാടുന്നവരാണ്. ഹല്ലേലൂയ. കർത്താവ് കാൽവറിയിൽ പൂർത്തീകരിച്ച പൂർത്തീകരണ പ്രവർത്തിക്കകത്തു നിന്നാണ് നമ്മൾ സകലതും ചെയ്യുന്നത്. ദൈവസഭയെ നിങ്ങളെ ഏൽപ്പിച്ച അധികാരത്തെ നിങ്ങൾ തിരിച്ചറിയുക. കൂടോത്രങ്ങൾക്കും മന്ത്രവാദിക്കും ബോസിന്റെ നെഗറ്റീവ് കാര്യങ്ങൾക്കും നിന്നെ അഫക്റ്റ് ചെയ്യുവാൻ കഴിയത്തില്ല. രോഗങ്ങൾ നിങ്ങളെ ക്ഷീണിപ്പിക്കത്തില്ല, ശാപങ്ങൾ നിങ്ങളെ തകർക്കത്തില്ല, നിങ്ങൾക്കെതിരായി വരുന്ന ഒരായുധങ്ങളും ഫലിക്കത്തില്ല. കാരണം നിങ്ങളുടെ അകത്ത് വസിക്കുന്നവൻ ഈ ലോകത്തുള്ളവനെക്കാട്ടിലും വലിയവനാണ്. Christ is in you, the hope of glory. നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഇരിക്കുകയാണ്. നിങ്ങൾ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിൻ്റെ അകത്ത് ഈ പകൽ ചലിക്കുക. നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ശുശ്രൂഷക്കകത്ത്, അഭിഷേകത്തിൻ്റെ അകത്ത് ഒരധികാരമുണ്ട്. ആ അധികാരങ്ങളെ പാതാള മണ്ഡലങ്ങൾ ഈ പകലും പേടിക്കുന്നു. യേശുവിന് തന്നെ പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷകൻ തന്റെ അടുക്കലേക്ക് വന്നപ്പോൾ പരീക്ഷകന്റെ മുൻപിൽ പതറാതെ തന്നെ ഏൽപ്പിച്ച വചനം വെച്ച് പോരാടി അവനെ പേടിപ്പിച്ച് തിരിച്ചുവിട്ടു. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര അധികാരമുള്ളവർ കുറഞ്ഞ പക്ഷം തിരിച്ചറിയുക, നിന്നെ പള്ളിയിൽ നിന്ന് മുടക്കിയാലും നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്ന്. നീ എവിടേക്ക് വന്നു എവിടേക്ക് പോകുന്നുവെന്ന് അറിവുണ്ടെങ്കിൽ ഉറച്ചോ വിശ്വസിച്ചോ, എവിടെ കൊണ്ട് അടക്കിയാലും കർത്താവിന്റെ വരവിൽ നീ എഴുന്നേറ്റിരിക്കും. അത് വെള്ളത്തിന്റെ അകത്ത് പോയാലും കത്തിച്ചാമ്പലായാലും മണ്ണിന്റെ അടിയിലേക്ക് പോയാലും ആരും കാണാത്ത കാട്ടിൽ വീണാലും കർത്താവിന്റെ വരവിൽ നീ എഴുന്നേറ്റ് വന്നിരിക്കും. നീ എവിടേക്ക് വന്നു എവിടേക്ക് പോകുന്നുവെന്നു നീ അറിയുക. നിന്റെ മർത്യ ശരീരത്തെ ജനിപ്പിച്ചത് നിന്റെ പദ്ധതി പ്രകാരമല്ല. ഈ ശരീരത്തെ മെനഞ്ഞത് എന്റെ കർത്താവാണ്. ഇത് മണ്ണിലേക്ക് പോയാൽ ഇതിനെ എങ്ങനെ പൊക്കണമെന്ന് എന്റെ ദൈവത്തിനറിയാം. ഇതെന്റെ അമ്മയുടെ ഉദരത്തിൽ വന്നപ്പോൾ ഏത് കളറിൽ വരണമെന്നും ഏത് സൈസിൽ വരണമെന്നും ഏത് ഹൈറ്റിൽ വരണമെന്നും ദൈവമാ തീരുമാനിച്ചത്. അത് മണ്ണിലേക്ക് പോയാൽ അത് ഗർഭപാത്രത്തിൽ എങ്ങനെ വന്നോ അത് മണ്ണിലേക്ക് പോയാലും എങ്ങനെ പൊക്കിക്കൊണ്ടുവരണമെന്ന് എന്റെ ദൈവത്തിനറിയാം. ഈ പകൽ മാനുഷിക ഭയങ്ങളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ വെട്ടുകയാണ്. ദൈവജനത്തെ ആരാധനയ്ക്ക് വിടാതെ ദൈവഹിതത്തിനനുസരിച്ച് മൂവ് ചെയ്യുവാൻ അനുവദിക്കാതെ പിടിച്ചു വയ്ക്കുന്ന മാനുഷിക എല്ലാ ചിന്തകളെയും മാനുഷിക ഭയങ്ങളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ വെട്ടിക്കളയുന്നു. Holy Spirit, we thank you. പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവനും ദേശാധിപതി ഇളകി വന്നാലും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീടിന്റെ ഇരിപ്പ് എത്ര ദോഷമാണെന്ന് ആരൊക്കെ പറഞ്ഞാലും നിന്റെ ഭവനത്തെ തൊടുവാൻ കഴിയത്തില്ല. കാരണം നീ നിൽക്കുന്നത് കിങ്ഡത്തിന്റെ അകത്താണ്. നീ നിൽക്കുന്നത് ഒരു അഭിഷേകത്തിന്റെ കവറിങ്ങിന്റെ അകത്താണ്. നീ നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന ഫൗണ്ടേഷന്റെ മേലാണ്. Oh, we thank you, Lord. മാനുഷിക ഭയങ്ങളെ തകർത്ത് പുറത്തേക്ക് വരിക. ഈ പകൽ ശക്തമായി പരിശുദ്ധാത്മാവ് ചിലരോട് ഓർമ്മിപ്പിക്കാൻ എന്നോട് പറയുന്നു, ഇത് സമയമായി. മാനുഷിക ഭയങ്ങളെ തകർത്ത് പുറത്തു വരുവാനുള്ള സമയമായി. ജീസസ്, യേശു എവിടേക്ക് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിഞ്ഞിരുന്നു. പിതാവ് തന്റെ കൈകളിൽ എന്താണ് ഏൽപ്പിച്ചതെന്ന് യേശുവിന് അറിയാമായിരുന്നു.
ഹല്ലേലൂയ. യേശുവിന് അറിയാമായിരുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. തൻ്റെ അടുക്കൽ വരുന്ന ആളുകളുടെ ചിന്തകളെ അവർ ചിന്തിക്കും മുമ്പ് യേശുവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവൻ ആരെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. പരീശന്മാരുടെ ദുഷ്ടതയെ അറിഞ്ഞിട്ട് യേശു അവരെ ശാസിച്ചു. ഹല്ലേലൂയ. തൻ്റെ രക്തവും ശരീരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കൺഫ്യൂസ്ഡ് ആയപ്പോൾ അവരുടെ ചിന്ത യേശു അറിഞ്ഞിട്ട് യേശു അതിന് മറുപടി പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ യേശു അറിഞ്ഞിരുന്നതിനാൽ മനുഷ്യനെ കുറിച്ച് ആരുടെ സാക്ഷ്യം യേശുവിന് ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. 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 താൻ തിരഞ്ഞെടുത്തവരെ, ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് എല്ലാ വാക്യങ്ങളും വായിപ്പിക്കാത്തത്. നിങ്ങൾ 13-14 വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. താൻ തിരഞ്ഞെടുത്തവരെ യേശു അറിഞ്ഞിരുന്നു. താൻ തിരഞ്ഞെടുത്തവരെ യേശു, വേണമെങ്കിൽ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു. 18-ാം വാക്യം, 13:18. താൻ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിച്ചു. യേശു താൻ തിരഞ്ഞെടുത്തവരെ യേശു അറിഞ്ഞിരുന്നു. എന്നെ നിങ്ങളെയും യേശുവിനെ അറിയാമോ? നല്ലവണ്ണം അറിയാം. നല്ലവണ്ണം അറിയാം. നമ്മുടെ ബലഹീനതകൾ അറിയാം, നമ്മുടെ കുഴപ്പങ്ങൾ അറിയാം, നമ്മുടെ ശക്തി അവനറിയാം, നമ്മുടെ സ്വഭാവം അറിയാം. നമ്മൾ എവിടെ വീഴുന്നു, എവിടെ പതറുന്നു, എവിടെ അസൂയപ്പെടുന്നു, എവിടെ പിറുപിറുക്കുന്നു, എവിടെ ഓടിപ്പോകുന്നു, എവിടെ കരയുന്നു, എല്ലാം നമ്മുടെ യേശുവിന് അറിയാം. നമ്മളെ നല്ലവണ്ണം അറിഞ്ഞിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് യേശു കൊണ്ടുവന്നിരിക്കുന്നത്. പിതാവ് നമ്മളെ ആകർഷിച്ചിരിക്കുന്നത് നല്ലവണ്ണം നമ്മളെ അറിഞ്ഞിട്ടാണ്. യേശു എന്നെ ആരും അറിയുന്നില്ല എന്നാണ് ചിലരുടെ പരാതി. എന്നാൽ വചനം പറയുന്നു, താൻ തിരഞ്ഞെടുത്തവരെ അവൻ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടുത്തെ ഒരു ഷെയ്ക്കിന് നമ്മളെ പേഴ്സണലി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചു വിരിച്ച് നടക്കും. എൻ്റെ യേശുവിന് എന്നെ അറിയാം. നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, എൻ്റെ യേശുവിന് എന്നെ അറിയാം. എന്നെ നല്ലവണ്ണം അറിയാം. എന്നെ നല്ലവണ്ണം അറിയാം. ആർക്കറിയത്തില്ലെങ്കിലും എന്നെ നല്ലവണ്ണം യേശുവിനറിയാം. യേശു അറിഞ്ഞു കഴിഞ്ഞാൽ, യേശു ഒരു വ്യക്തിയെ അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ യേശുവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് യേശുവിനെ അവനെ അറിയിക്കണം, അവന് തന്നെ വെളിപ്പെടുത്തണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. സകലതും അറിയുന്ന ദൈവത്തെ അറിയുവാനും സകലതും അറിയുന്ന ദൈവത്തെ അറിയിക്കാനും നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സകലതും അറിയുന്ന ദൈവത്തെ അറിയാനും സകലതും അറിയുന്ന ദൈവത്തെ അറിയിക്കാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ യേശുവിന് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് നല്ലവണ്ണം അറിയാമായിരുന്നു. കാൽവറിയിൽ താൻ നേരിടാൻ പോകുന്ന പീഡനങ്ങളെ യേശു നല്ലവണ്ണം അറിഞ്ഞിട്ടാണ് പട്ടാളക്കാരുടെ മുൻപിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലുന്നത്. പിന്നെ വചനം പറയുന്നു, സകലതും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിരിക്കെ തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരുവാൻ എനിക്ക് ദാഹിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. സകലതും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞു. അപ്പം ചില കാര്യങ്ങൾ, യേശു അറിഞ്ഞ ചില കാര്യങ്ങൾ നമ്മളും അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ട്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് നമ്മൾ അറിയണം. യേശുവിന് ഭയങ്കര ബോധ്യമുണ്ടായിരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. ദൈവ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ഇവരെന്നെ പിടിക്കാനാണ് വന്നതെന്ന് അറിഞ്ഞിട്ട് യേശു മലയിലേക്ക് വാങ്ങിപ്പോകുന്നതായിട്ട് വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിനെ അറിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ പിന്നത്തേതിൽ അറിയും. പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. യേശു പറഞ്ഞു, ഫിലിപ്പോസേ, ഞാൻ ഇത്ര നാൾ നിന്നോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ? ഇത്ര നാൾ നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ?
സഭയിലെ പലരോട്, നമ്മോട് ഉൾപ്പെടെ ഈ പകൽ പരിശുദ്ധാത്മാവിന് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷം ഇവിടെ വന്നിരുന്നിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും പ്രസംഗം കേട്ടിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും കോൺഫറൻസുകൾ കൂടിയിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും കരുതലുകൾ അനുഭവിച്ചിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും നന്മകൾ എന്നിൽ നിന്ന് വാങ്ങിയിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും പ്രാവശ്യം സൗഖ്യം പ്രാപിച്ചിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും അഭിഷേകത്തിന്റെ ശക്തി അനുഭവിച്ചിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഇത്രയും പ്രാർത്ഥനകളുടെ മറുപടികൾ ജീവിതത്തിൽ വന്നിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? ഹല്ലേലൂയ. ഈ പകലെ കർത്താവിനെ അറിയേണ്ട രീതിയിൽ അറിയുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യത്തെ വാക്യത്തിലേക്ക് വരാം. കർത്താവിനെ ദൈവത്തെ, എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവ്, ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തരായിട്ട് മാറും. നമ്മൾ ശക്തരാകണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി എപ്പോഴും ഉണ്ട് എന്നറിയുക. ഹല്ലേലൂയ. നമ്മൾ ശക്തരാകണമെങ്കിൽ ഈ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നു, ഒരിക്കൽ പോലും അവൻ എന്നെ അനാഥനായി വിടുന്നില്ല എന്ന് നിങ്ങൾ അറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശക്തരാകണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുക. നിങ്ങൾ ശക്തരാകണമെങ്കിൽ നിങ്ങൾക്ക് പിതാവ് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയുക. ഹല്ലേലൂയ. നിങ്ങൾ മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിൻ്റെ ഈ മനോഹരമായ ചെയറിലാണ് ഫിസിക്കലി ആയിരിക്കുന്നതെങ്കിലും നിങ്ങൾ ആത്മീയമായിട്ടായിരിക്കുന്നത് സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ഇനിയും വിഷമിക്കരുത്, ഇനിയും ഭയപ്പെടരുത്. പറഞ്ഞാട്ടെ, ഇനിയും ഭയപ്പെടരുത്. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. കരം കൊടുത്തിട്ട് ശക്തിയോടെ പറഞ്ഞാട്ടെ, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. ഓൺലൈനിൽ കാണുന്ന ദൈവമക്കളെ, നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. നിങ്ങളുടെ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഈ ഉറപ്പ് നഷ്ടപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയിലാണ് ഉറപ്പ് നഷ്ടപ്പെടുന്നത്. 10 വർഷം ആരാധനയ്ക്ക് പോയിട്ടും തിരിച്ചു വിശ്വാസ മാർഗത്തിൽ നിന്ന് ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അവരുടെ ഉറപ്പില്ലായ്മയ്ക്ക് കാരണം അവർ സഭയിൽ വന്നെങ്കിലും അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അവർ ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവർക്കൊരു ആശ്വാസം, ഇടയ്ക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതൊക്കെ ഒരു ആശ്വാസം, അത്രയേ ഉള്ളൂ. അതിനപ്പുറമായി അവർ ദൈവത്തെ അറിയാൻ ശ്രമിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ വഴികളെ, അവൻ്റെ നിയമങ്ങളെ അറിയുവാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പട്ടാളക്കാരന് നല്ല ഉറപ്പാണ് തൻ്റെ രാജ്യത്തെക്കുറിച്ച്, താൻ ലഭിച്ച ട്രെയിനിങ്ങിനെ കുറിച്ച്, തൻ്റെ പാഷനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. തൻ്റെ കൂടെ നിൽക്കുന്ന പട്ടാളക്കാരെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതാണ് അദ്ദേഹത്തിനെ ശക്തനാക്കി മാറ്റിയത്. അങ്ങനെ നമ്മുടെ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 11:33. ഹീബ്രൂസ് 11:33. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനനിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, നീതിയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസ വീരന്മാരുടെ പിക്ചർ ഗാലറിയാണ്. ഹല്ലേലൂയ. നമ്മളെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ പറയും ഇതൊരു ഫോട്ടോ വോളാണ്, എൻ്റെ ഫാമിലി പിക്ചേഴ്സാണ്. അതുപോലെ ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാണിക്കുകയാണ് ഈ ദൈവത്തിൻ്റെ വിശ്വാസ വീരന്മാരുടെ പിക്ചർ ഗാലറിയാണ്. ദൈവം അവരുടെ പേരുകൾ നിരത്തി എഴുതിയിട്ട് പറയുകയാണ്, ഇവരൊക്കെ വിശ്വാസത്താൽ
രാജ്യങ്ങളെ അടക്കി. അവർ ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ എക്സ്പ്ലോയിറ്റ്സ് ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി ദൈവശക്തിയിൽ ഉറച്ചു നിന്ന ശിംശോൻ ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു. ദാവീദ്, ഏലിയാവ്, അങ്ങനെ വിശുദ്ധന്മാരെ എല്ലാം നോക്കുമ്പോൾ അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചവരാണ്. ഇവിടെ പറയുന്ന വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്കു തെറ്റി. നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളിലൂടെ ദൈവത്തിന് ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നമ്മളിലൂടെ ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അങ്ങനെ തൻ്റെ ദൈവത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരു ദർശനത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു, പ്ലണ്ടർ ഹെൽ, പോപ്പുലേറ്റ് ഹെവൻ. നരകത്തെ കൊള്ളയടിച്ച് സ്വർഗരാജ്യത്തെ നിറയ്ക്കുക. റെയ്നാഡ് ബോംഗെ. ഈ തലമുറയിലും അങ്ങനെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ചൂഷണം ചെയ്തത് പിശാചിന്റെ രാജ്യത്തെയാണ്. ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് പോയി ആ രാജ്യത്തിലെ പൈശാചികമായ സ്ട്രാറ്റജികളെ അവർ ചൂഷണം ചെയ്തു. അവർ നരകത്തെ കൊള്ളയടിച്ചു, അനേകരെ ആത്മാക്കളെ നേടി. ഈ പകലും എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? തങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള, ഉറച്ച അറിവുള്ള ജനം എഴുന്നേൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്നെ ശുശ്രൂഷയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ഇതെൻ്റെ യോഗ്യത കൊണ്ടല്ല, ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, ഇതെൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ, അവൻ ആ തിരിച്ചറിവിൻ്റെ മേൽ, എൻ്റെ ദൈവം എന്നെ വിളിച്ചെങ്കിൽ അവൻ വിശ്വസ്തനാണ്. ഓരോ പ്രാവശ്യം ഞാൻ എഴുന്നേൽക്കുമ്പോഴും അവൻ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തും. അവൻ തൻ്റെ വചനത്തെ നൽകുമെന്നുള്ള ഉറപ്പിന്റെ മേൽ ആര് ചലിക്കുന്നോ അവനാണ് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത്. ഈ പകൽ മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിൽ നിരന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ അംബാസഡേഴ്സിനെ നോക്കി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ മാനുഷിക ഭയങ്ങളെ, ബലഹീനതകളെ, പ്രതികൂലങ്ങളെ, നിങ്ങളുടെ അവിശ്വാസങ്ങളെ എല്ലാം കുടഞ്ഞു കളഞ്ഞിട്ടോ എഴുന്നേറ്റ് പറ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം ഈ പകൽ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മേലൊരു അഭിഷേകം വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് വേണ്ടി ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതെൻ്റെ പ്രാപ്തി കൊണ്ടല്ല, ഇതെൻ്റെ യോഗ്യത കൊണ്ടല്ല, ഇത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട്, ആ യോഗ്യത എൻ്റെ മേൽ വന്നത് കൊണ്ട് അതെൻ്റെ മേൽ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഈ പകലൊന്ന് ആത്മാവിൽ എഴുന്നേറ്റ് എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഈ പകൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുവാൻ, പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലേക്ക് നോക്കിക്കൊണ്ട് ഈ പകൽ ശക്തിയോടെ ഓടുവാൻ നമ്മുടെ മുൻപിൽ ഒരു വലിയ ഓട്ടമുണ്ട്. ഒരു ദീർഘദൂരം നിനക്ക് യാത്ര ചെയ്യാനുണ്ട്. നിന്റെ യാത്ര തീർന്നിട്ടില്ല. ഏലിയാവേ, നിനക്കൊരു ദീർഘദൂരം യാത്ര ചെയ്യുവാനുണ്ട്. ഈ പകൽ നിന്റെ മടുപ്പുകളെ മാറ്റിയിട്ട്, നിന്റെ പ്രതിസന്ധികളെ മാറ്റിയിട്ട് ആത്മശക്തിയിൽ നീ എഴുന്നേറ്റ് വരിക. നിന്റെ ഗുഹയ്ക്കകത്തു നിന്ന് ഈ പകൽ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. അല്ലയോ പ്രവാചക, നീ പുറത്തേക്ക് വരിക, ദൈവ ശബ്ദം കേൾക്കുക. നിന്റെ മുൻപിൽ വലിയ ഒരു ദീർഘായുത്ര യാത്രയുണ്ട്. ഈ പകൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ദീർഘദൂര യാത്രയുണ്ട്, ഒരു ദീർഘദൂര യാത്രയുണ്ട്. ഇത് മൈലേജ് കുറയുന്ന സമയമല്ല, ഇത് സ്പീഡ് കുറയുന്ന സമയമല്ല, ഇത് ശരീരം ബലഹീനമാകുന്ന സമയമല്ല. ഇത് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കേണ്ട സമയമാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാണ്? ദൈവത്തിന് വേണ്ടി ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഞാൻ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും, ദൈവരാജ്യത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും, ഞാൻ ആത്മാക്കളെ നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനമുള്ളവർ എഴുന്നേറ്റ് നിന്നാൽ പിശാചിന് പോരാടുവാൻ കഴിയത്തില്ല. ദർശനമുള്ളവർ, ആത്മഭാരമുള്ളവർ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ ശത്രുവിൻ്റെ ആയുധങ്ങൾ തകർന്നു വീഴും. ഹല്ലേലൂയ. എല്ലാം ഭയങ്കര അനുകൂലമായിട്ടിരിക്കുമ്പം വിശ്വാസം പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഹല്ലേലൂയ. ബാങ്കിൽ ബാലൻസ് ഉള്ളപ്പോൾ വിശ്വാസം പറയാൻ എളുപ്പമാണ്. പ്രൈസ് ഗോഡ്. നാളത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കാൻ പോകുന്നുവെന്ന് നല്ല ഉറപ്പുള്ളപ്പോൾ വിശ്വാസം പറയാൻ എളുപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലഡ് ചെക്കപ്പിലെല്ലാം നോർമലായി വരുമ്പോൾ വിശ്വാസം പറയാൻ എളുപ്പമാണ്.
പക്ഷേ ഇത് നെഗറ്റീവ് ആകുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു കത്തലുണ്ടല്ലോ, അതാണ് റിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞങ്ങളൊരു കുടുംബത്തെ കാണാൻ പോയി. ആ വീട്ടിലെ ഏക മകൻ, 3 കുഞ്ഞുങ്ങളാണ്, 2 പെൺമക്കളും 1 മകനും. ആ മൂത്ത മകൻ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എറണാകുളത്ത് വെച്ച് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മാനുഷിക ദുഃഖങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് അവരുടെ അകത്തു നിന്ന് ഒഴുകി വരുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഒരേ ഒരു മകൻ, കോളേജിൽ പഠിക്കുന്ന മകൻ മരിച്ചു പോയിട്ട് ഇത്ര വിശ്വാസത്തിൽ എങ്ങനെ സംസാരിക്കാൻ കഴിയും? അവൻ എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ള ബോധം. ആ കുടുംബം പറഞ്ഞത് അവർ മുമ്പ് ആക്റ്റീവ് ആയതിനെക്കാട്ടിലും ഭയങ്കര ആക്റ്റീവാണ് ഇപ്പോൾ ചർച്ചിൽ ശുശ്രൂഷയിൽ. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ഇതുപോലത്തെ ചെറിയ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ മിനിസ്ട്രിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ എന്നേ തിരിച്ചു പോയേനെ. അവരുടെ ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവർ പഴയതിലും ആക്റ്റീവാണ് ചർച്ചിൻ്റെ അകത്ത്, മിനിസ്ട്രിക്കകത്ത്. ഇതാണ് റിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾക്കും നമ്മളെ ഇമോഷണലി തകർത്ത് കളയുവാൻ കഴിയാതെ, നമ്മളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയാതെ വീണ്ടും മുന്നോട്ട് ഓടിക്കുന്നതാണ് റിയൽ ഫെയ്ത്ത്. ആ റിയൽ ഫെയ്ത്ത് വരുന്നത് തങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നാണ്. തങ്ങളെ വിളിച്ചവൻ ആരെന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നാണ്. ആ ദൈവത്തെക്കുറിച്ചുള്ള വലിയ അറിവിൽ നിന്നാണ്. അത് ഈ പകൽ നമ്മുടെ അകത്തേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ അറിയുക, ദൈവത്തെ അറിഞ്ഞ് ശക്തരാകുക, ദൈവത്തെ അറിഞ്ഞ് ശക്തരായിട്ട് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക. നമുക്ക് ആദ്യമേ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. പക്ഷേ ഈ ദൈവത്തെ അറിയാത്തത് കൊണ്ടും ശക്തിയില്ലാത്തത് കൊണ്ടും ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തോറ്റുപോകും, നമ്മൾ തകർന്നു പോകും. എന്നാൽ ദൈവത്തെ അറിയുന്നവർ, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവർ, അവർ പിന്നീട് വീര്യം പ്രവർത്തിക്കാൻ ഉറച്ചു നിന്നാലുണ്ടല്ലോ, പിന്നെ അവരെ ഇളക്കുവാൻ ഒരു മാനുഷികമായ കാര്യങ്ങൾക്കും കഴിയത്തില്ല, ഒരു പൈശാചിക കാര്യങ്ങൾക്കും കഴിയത്തില്ല. ഈ പകൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് നിങ്ങളുടെ മാനുഷിക ബലഹീനതകളുടെ മേൽ കവിഞ്ഞു വരുന്നതാണ്. അത് നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെക്കാട്ടിലും ലിമിറ്റേഷനുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മേൽ ഒഴുകി വരുന്ന ഒരു തൈലം നിങ്ങളുടെ മേൽ പകൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഉറച്ചൊരു തീരുമാനമെടുക്കണം. എൻ്റെ ദൈവത്തെ, എൻ്റെ കർത്താവിനെ ഞാൻ കൂടുതൽ അറിയും. ദാറ്റ് ഐ മേ നോ ഹിം. ആ സാന്നിധ്യത്തെ ഞാൻ അറിയും. നമ്മുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിളായ കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിളായ കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രസൻസാണ്. കർത്താവിൻ്റെ പ്രസൻസാണ് നമ്മളെ ഉറച്ചു നിൽക്കുവാൻ ശക്തരാക്കുന്നത്. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്, നമ്മളെ മുന്നോട്ട് തള്ളിവിടുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത്, നമുക്ക് ആലോചനകൾ തരുന്നത്, നമ്മളെ ഹല്ലേലൂയ കരം പിടിച്ച് നടത്തുന്ന സാന്നിധ്യമാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ തിങ് കർത്താവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് ആ സാന്നിധ്യത്തെ വിടുന്നതൊന്നും, ആ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിൽ തടയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. പ്രൈസ് ഗോഡ്. ദൈവത്തിനു വേണ്ടി വിശ്വാസത്തോടെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലമുറ ഇതിൻ്റെ അകത്തു നിന്ന് എഴുന്നേറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ ഇത് വിശ്വസിക്കും? ഹല്ലേലൂയ. നമ്മൾ കാണുന്ന കണ്ണുകളോടെ അല്ല ദൈവം പല കാര്യങ്ങളെയും കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ പൊസിഷനെ മാറ്റുന്നില്ല. നിങ്ങളുടെ പുത്രത്വം, നിങ്ങളുടെ അധികാരം, അത് നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മുൻപിൽ മാറുന്നില്ല. നിങ്ങൾക്ക് കടഭാരം ഉണ്ടെങ്കിൽ ആരാണ്? നിങ്ങൾ പുത്രനാണ്. നിങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ പുത്രനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ്. പക്ഷേ നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ പദവി, നിങ്ങളുടെ അധികാരം, അത് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും. ഹല്ലേലൂയ. ചിലർ കേട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിത് സംഭവിച്ചത് ദൈവം കൈവിട്ടത് കൊണ്ടാണോ? എൻ്റെ പുത്രത്വത്തിൽ നിന്നെ തള്ളിയത് കൊണ്ടാണോ? അല്ല. നിന്റെ സാഹചര്യങ്ങൾ ഏതാണെങ്കിലും, തീച്ചൂളയാണെങ്കിലും, സിംഹക്കുഴിയാണെങ്കിലും, എരിഹോവിൻ്റെ മുൻപിലാണെങ്കിലും, അത് കാരാഗൃഹത്തിൻ്റെ അകത്താണെങ്കിലും, നിങ്ങൾ ദൈവ പൈതൽ തന്നെയാണ്, ക്രിസ്തുവിൻ്റെ അഭിഷിക്തം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന പുത്രത്വത്തിൻ്റെ അധികാരം നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. ഈ പകൽ അതിനെ തിരിച്ചറിഞ്ഞിട്ട് പറ, യേശു
യേശുവിന്റെ നാമത്തിൽ ഈ കാരാഗ്രഹത്തിന് എന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഈ രോഗത്തിന്, ഈ പ്രതികൂലത്തിന്, ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് എന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഇപ്പോഴുള്ള ലിമിറ്റേഷനുകൾക്ക് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം എന്റെ അകത്ത് വ്യാപരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ്, ദാസ്യത്വത്തിന്റെ ആത്മാവല്ല. ഈ പകൽ സിംഹഗർജനം പോലെ ചില വിളിച്ചു പറയട്ടെ, ഇത് ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, ഇത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. ഞാൻ ഏത് ഗോത്രത്തിൽ നിന്നാണ് അറിയാം? യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, the roaring lion of the tribe of Judah is in me. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ എന്റെ അകത്ത് ഗർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പകൽ മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ചിന്റെ അകത്ത് ഒരു സിംഹഗർജനം ഞാൻ കേൾക്കുകയാണ്. ശത്രുക്കൾ ചിതറിച്ചു കളയുന്ന ഒരു യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ ഗർജനം, പുത്രത്വത്തിന്റെ അധികാരത്തോടെ ചിലർ എഴുന്നേൽക്കുമ്പോൾ ഒരു സിംഹഗർജനം പോലെ ശത്രു ചിതറിപ്പോവുകയാണ്, ശത്രുക്കൾ ചിതറിപ്പോവുകയാണ്. Every plans of the enemy be scattered in the name of Jesus. എല്ലാ ശത്രുവിന്റെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ ചിതറിപ്പോവുക. അല്പസമയം കരങ്ങൾ അടിച്ചുകൊണ്ട് റമന ഹസന വൈഡ പ്രവാദക ജഗഡക സന്ധൽ ജനാദിയ റീബാന ഹസന വൈഡ പ്രവാദക രഗ ജഗ രഗ സന്ധനാജന റിവലകടക. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഈ പകൽ ചിലതിന് പേര് യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന പുത്രത്വത്തിന്റെ വെളിപ്പാടിലേക്ക് ഈ പകൽ കയറട്ടെ. ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് ഈ പകൽ ചിലർ കയറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ തിരിച്ചറിവുകളുടെ മുൻപിൽ രോഗങ്ങൾ കീഴടങ്ങട്ടെ. ശബൽ ഖമാനി അന്തർ പ്രവാനി അന്ധര വൈഡ പ്രവന ഘടക ജീവാരക സംഭനാജന പ്രവാനിയ രമന ഹസ്തൽ പ്രവന ഘടകദന. Thank you Lord. Thank you Jesus. Thank you Jesus. Thank you Jesus. അവൻ ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ നിങ്ങളും യോഗ്യരാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിന് യോഗ്യരാണ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നമ്മുടെ MLA-മാരും മന്ത്രിമാരൊക്കെ നല്ലവണ്ണം ഈ തിരുവചനങ്ങളെ കോട്ട് ചെയ്ത് പ്രസംഗിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും നല്ല ഭംഗി വാക്കുകൾ അവർ പറയാറുണ്ട്. പക്ഷേ ഈ തിരുവചനത്തിൻ്റെ അകത്ത് ഒരു ശബ്ദമുണ്ട്, ഒരു ദൈവശബ്ദമുണ്ട്. ആ ശബ്ദത്തെ വിശ്വാസത്താൽ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ആരും കേൾക്കാത്ത ഒരു ശബ്ദം പ്രവാചകൻ കേട്ടു. വലിയൊരു മഴയുടെ മുഴക്കം. ആരും കേൾക്കാതിരിക്കുമ്പോൾ നമ്മൾ ചില ശബ്ദങ്ങൾ കേൾക്കും. അതാണ് വിശ്വാസം. ഈ വചനത്തിൻ്റെ അകത്ത് സൗഖ്യത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്. ഇതിൻ്റെ അകത്ത് 100 പേരിരുന്ന് കേട്ടാലും ചിലർ മാത്രം ഈ പകൽ വചനം കേൾക്കുമ്പോൾ ഇതെനിക്ക് വേണ്ടിയാണ്, ഇതെന്നെ സൗഖ്യമാക്കുന്ന വചനമാണ്. ആ ശബ്ദം ചിലരോട് ഇടപെടും. ആ ശബ്ദത്തെ കേൾക്കുന്നവരാണ് സൗഖ്യമാകുന്നത്. ഈ വചനത്തിൻ്റെ അകത്ത് വിടുതലുകളുടെ ശബ്ദമുണ്ട്. ഈ വചനത്തിൻ്റെ അകത്ത് രക്ഷയുടെ ശബ്ദമുണ്ട്. ആരും കേൾക്കാത്ത ചില ശബ്ദങ്ങൾ വചനത്തിൻ്റെ അകത്ത് നിന്ന് കേൾക്കുന്നവരാണ് ജയം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. വലിയ ഒരു മഴയുടെ മുഴക്കം.
100 പേർ ഇത് കേൾക്കാതിരിക്കുമ്പോഴും 1000 പേർ ഇത് കേൾക്കാതിരിക്കുമ്പോഴും ഒരു വ്യക്തി ഈ ശബ്ദം കേൾക്കും, വലിയ ഒരു മഴയുടെ മുഴക്കം. ആ ശബ്ദം കേൾക്കുന്നവരാണ് വിശ്വാസ വീരന്മാർ. പുറപ്പെടുക എന്ന് പറയുമ്പോൾ ആരും പുറപ്പെടാതിരിക്കുമ്പോൾ ചിലർ മാത്രം പുറപ്പെടും. ആരും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾക്കുന്നവരാണ് വിശ്വാസ വീരന്മാർ. എഴുന്നേറ്റ് പണിയുക എന്ന് പറയുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് പണിയുവാൻ ചിലർ തയ്യാറാകും. ആരും കേൾക്കാത്ത ശബ്ദങ്ങൾ, ആരും കേൾക്കാത്ത ദൈവ ശബ്ദത്തെ കേൾക്കുന്നവരെയാണ് ദൈവത്തിന് എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയിൽ ആരും കേൾക്കാത്ത ഒരു ശബ്ദം നിങ്ങൾ കേട്ടവരാണ്. ഈ ദൈവം രക്ഷിക്കുന്നവനാണ്, ഈ ദൈവം വിടുവിക്കുന്നവനാണെന്ന് നിന്റെ കുടുംബത്തിലെ അനേകർ ഈ ശബ്ദം കേട്ടില്ല. പക്ഷേ നിങ്ങൾ ആ ശബ്ദം കേട്ടു. അനേകരെ മറികടന്ന് ഈ ശബ്ദം നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആ ശബ്ദം കേട്ടത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ട്രീക്കകത്ത്, ആ കുടുംബത്തിൻ്റെ ചരിത്രത്തിൻ്റെ അകത്ത്, ആ ചാർട്ടിൻ്റെ അകത്ത് ഇല്ലാത്ത അനേകർ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാനുണ്ട്. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ദൈവരാജ്യത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാനുണ്ട്. ഈ പകൽ എഴുന്നേറ്റ് പണിയുക. നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് ശക്തിയോടെ ചിലത് പണിയും. ദൈവത്തെ അറിയുന്ന ജനം എന്തിനു വേണ്ടി ശക്തരാകുമെന്നറിയാമോ? നമ്മൾ ശക്തരാകുന്നത് പാപത്തെ ജയിക്കുവാൻ, പൈശാചിക തന്ത്രങ്ങളെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ, ലോകത്തിലെ അശുദ്ധികളെ ജയിക്കുവാൻ നമ്മൾ ശക്തരായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ തലമുറയിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ ഞാൻ ശക്തനായി മാറും. ഹല്ലേലൂയ. ആർക്കും പോകുവാൻ കഴിയാത്ത എൻ്റെ തലമുറയിലോ എൻ്റെ 100 വർഷത്തെ മുൻപിലോ തലമുറയിലോ ആർക്കും പോകുവാൻ കഴിയാത്ത ഏരിയകളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശക്തരാകും. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ശക്തരാക്കും. പ്രൈസ് ദ ലോർഡ്. എത്ര പേർ തയ്യാറാണ്? എത്ര പേർ തയ്യാറാണ്? ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് വൻ കാര്യങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകാർ ദൈവത്തിന് വേണം. അങ്ങനെയുള്ളവർ ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ പറയുക, ഞാൻ ശക്തനാകും. ഐ വിൽ ഡു എക്സ്പ്ലോയിറ്റ്സ്. മാർക്കറ്റ് പ്ലേസിനെ യേശുവിൻ്റെ നാമത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? ചൂഷണം ചെയ്യുക എന്നല്ല, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ പകൽ തീരുമാനമുള്ളവർ ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-21. ഉൽപ്പത്തി 25-21. മോഹനെ ആംപ്ലിഫൈഡ് ഇടുന്ന ഇടണേ. ഓക്കെ, മോൻസി ഒന്ന് വായിക്കാമോ? തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റെബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. മതി. ഇവിടെ ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. റെബേക്കയുടെ ഉദരം തുറന്നു. പക്ഷെ 2 പേർ കിടന്ന് തിക്കാൻ തുടങ്ങിയപ്പോൾ റെബേക്ക ദൈവത്തോട് പരാതി പറഞ്ഞു, ദൈവമേ എന്താണ് ഈ സംഭവിക്കുന്നത്? ദൈവം അവളോട് മറുപടി പറയുകയാണ്. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. അവരെ സംബന്ധിച്ച് ഇത് 2 കുഞ്ഞുങ്ങളാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഇത് 2 നേഷൻസ് ആണ്. 2 പേർ തിക്കുന്നത് അവരെ സംബന്ധിച്ച് 2 പ്രശ്നമാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചത് 2 രാജ്യങ്ങളാണ്. ആംപ്ലിഫൈഡ് വേർഷനിൽ കാണുന്നത്, the founders of 2 nations are in your womb. The founders of 2 nations are in your womb. And the separation of 2 peoples has begun in your body. നിന്റെ അവരുടെ സെപ്പറേഷൻ ഓൾറെഡി നിന്റെ വൂമ്പിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2 രാജ്യങ്ങളുടെ ഫൗണ്ടേഴ്സ് നിന്റെ അകത്ത് കിടക്കുകയാണ്. റെബേക്കയെ സംബന്ധിച്ച് ഇത് 2 കുഞ്ഞുങ്ങളാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് 2 രാജ്യങ്ങളാണ്. നമ്മളുടെയും ദൈവത്തിൻ്റെയും പെർസ്പെക്റ്റീവ് ഭയങ്കര വ്യത്യാസമാണ്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് ഇത് 2 രാജ്യങ്ങളുടെ തുടക്കമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്ത വാക്യത്തിൽ കിടപ്പുണ്ട്. അവർ വന്നപ്പോൾ ഒരാൾ
കുതികാല് പിടിച്ചോണ്ടാ വന്നേ. മാനുഷിക ബുദ്ധിയിൽ ഇത് ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ ദൈവത്തിന് കണ്ണിൽ ഇത് ക്യൂട്ടല്ല, വലിയൊരു പോരാട്ടത്തിൻ്റെ ആരംഭമാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിൽ ക്യൂട്ടായി തോന്നുന്ന പല കാര്യങ്ങളും വലിയ പോരാട്ടങ്ങളുടെ തുടക്കമാണ്. എന്നാൽ നമ്മുടെ കണ്ണിൽ പോരാട്ടമായി തോന്നുന്ന പലതും ദൈവത്തിൻ്റെ കണ്ണിൽ ചില കാര്യങ്ങളുടെ ആരംഭമാണ്. ഈ പകൽ നിങ്ങളെ നോക്കി മിഡിൽ ഈസ്റ്റ് റിവൈവലിനെ ചോദിച്ചെന്ന് ഞാൻ പ്രവചിച്ചു പറയുന്നു, ദ ഫൗണ്ടേഴ്സ് of great nations, great ministries, great churches ഈ ചർച്ചിൻ്റെ അകത്ത് ഇരിക്കും, നിന്റെ അകത്ത് കിടക്കുകയാണ്. സഭയെ നോക്കി ഈ പകൽ ആത്മക്കണ്ണുകളിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, സഭയ്ക്കകത്ത് രാജ്യങ്ങളെ തൊടുവാനുള്ളവർ നിങ്ങളുടെ അകത്ത് സഭയ്ക്കകത്ത് കിടക്കുകയാണ്. രാജ്യങ്ങളെ തൊടുവാൻ ദ ഫൗണ്ടേഴ്സ്, രാജ്യങ്ങളെ തൊടുന്ന അഭിഷിക്തന്മാർ ഈ പകൽ മാതാപിതാക്കന്മാരോട് വിളിച്ചു പറയുന്നു, രാജ്യങ്ങളെ, നേഷൻസിനെ തൊടുവാനുള്ളവർ നിങ്ങളുടെ അകത്തു കിടക്കുകയാണ്, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ഈ പകൽ ദൈവത്തിൻ്റെ കണ്ണുകളോടെ, ദൈവത്തിൻ്റെ ആ പെർസ്പെക്റ്റീവ്, ദൈവത്തിൻ്റെ വിഷൻ എനിക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ ചാടി എഴുന്നേറ്റാണ്. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ. റീമന ഹസ്സൽ വൈഡ പ്രഭാന ഘടക ജനാദിയഹ ഹസ്തന പ്രഭാനി ഗന്ധരാജനാദി ഗന്ധരാജഗൽഖമാനിയ ഓ റവന ഹസ്സന പ്രവന ഘടകദന ദിഗജ ഘടക സന്ധരാജനാദിയ റീമന ഹസ്സന വൈഡ പ്രഭാന ഘടക. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് അല്പസമയങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്ട് റീഖസ്മിയാൻ എല്ലാവരും അന്യഭാഷകളിൽ തന്നെ റാന്ധലവ സഠല റബലവ സഠ. ഈ പകൽ ദൈവത്തെ അറിയുന്നവർ, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവർ, ആമേൻ, ശക്തരാകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ശക്തന്മാർ ഈ പകൽ എഴുന്നേറ്റ് വരട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർ ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. അവരുടെ സാഹചര്യങ്ങൾ ഈ പകൽ യേശുവിൻ നാമത്തിൽ അവരുടെ മുമ്പിൽ തിരിയട്ടെ. അവരുടെ പ്രതികൂലങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. അന്യഭാഷകളിൽ ചില സമയങ്ങൾ കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. റീഖസിയാന്ധരാധന റബാന ഹസ്തന വൈഡ പ്രവാന റിമന ഘടക ജന ഘടക സന്ധ പ്രവാന ഘടക ധന ഘടക ധനാദിയ ഈ പകല തീരുമാനമുള്ള ചിലടമേൽ ഒരു അന്യൂഷനായ അസാധാരണമായ ഒരു അഭിഷേകം ഈ പകൽ പകരപ്പെടട്ടെ. സകല അഭിഷേകം, സകല ദുഃഖങ്ങളെയും തകർക്കുന്ന അഭിഷേകം ഈ പകൽ സഭയ്ക്കകത്ത് ചലിക്കട്ടെ. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാനൊരു തലമുറ ഈ പകൽ എഴുന്നേറ്റ് വരട്ടെ. ഓൺലൈനിൽ ഞങ്ങൾ വാച്ച് ചെയ്യുന്ന കുടുംബങ്ങളുടെ അകത്തു നിന്നും ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവർ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്നും എഴുന്നേറ്റ് വരട്ടെ. പുതിയ ഭാഷകൾ എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാണ്. അഭിഷേകത്തിന്റെ ശക്തിയിൽ മുഖങ്ങൾ തകർക്കപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഭയങ്കര അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുകയാണ്.
ഈ പകൽ ശക്തമായ അഭിഷേകത്തിന്റെ ശക്തി യേശുവിൻ നാമത്തിൽ ഇറങ്ങി വരട്ടെ. ചരിത്രങ്ങൾ യേശുവിൻ നാമത്തിൽ തിരിയട്ടെ. ചരിത്രങ്ങൾ യേശുവിൻ നാമത്തിൽ തിരിയട്ടെ. ചരിത്രങ്ങൾ തിരിയട്ടെ. ചില കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ യേശുവിൻ നാമത്തിൽ തിരിയട്ടെ. ഇരുട്ടുകളെ കീറി മുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രകാശം ഇറങ്ങി വരികയാണ്. പൈശാചിക ശക്തികൾ ഈ പകൽ നിന്റെ കൂടാരത്തെ വിട്ടുപോവുകയാണ്. അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. ജനങ്ങളുടെ സാഹചര്യങ്ങൾ മാറട്ടെ. ഈ പകൽ രോഗശക്തികൾ കീഴടങ്ങട്ടെ. ശക്തിയോടെ കരങ്ങളെ അടിച്ചോളൂ. Receive the anointing. 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 Judabanathana vaidabanathana vaidabanathana vadegarantana ribalabala shabdhamanadigar. Uarthamanantana vaidabanathana divalabala shabdhamanantana vaidamanadigar rakshamanantana judabanathana. Urabanavaradi vaishamanantana ribalabala shaidabanaadigar rakshamanantana vaidamanantana ribalabala. Judabanaadigarantana vedivartamanadigar vaishamanadigar Urabanavarantana vaishamanantana vaidagar Udavadavadigaram shamanantal Vivarabadava Sampana Vaidal Vivara Jadavar Udavadatal Vivara Gadaga Santana Vaidal Warthamanantala Vaishamanantala Radigarakshas Rabal Pravani Antal Pravaniya Rabal Kamani Antal Pravaniya Pidavinde Putrade Parishuddhaatmavinte നാമത്തിൽ കർത്താവേ അങ്ങയുടെ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സഭയെ അടിയൻ അനുഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള തലമുറകളെ അനുഗ്രഹിക്കുകയാണ്. Shukora tari bari bara ra thara gela bashede mere mere